പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ജലവൈദ്യുതി പദ്ധതി KCB ഏറ്റെടുക്കാനുള്ള നീക്കം ചീഫ് സെക്രട്ടറി തടഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിഷയം പഠിക്കാൻ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് വരാനിരിക്കുന്നതുവരെ തുടർ നടപടികൾ പാടില്ല എന്നാണ് വ്യവസായ വകുപ്പിന്റെ വാദം. പദ്ധതി ഏറ്റെടുക്കാനുള്ള KCB നടപടിക്കെതിരെ മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ മന്ത്രി P. രാജീവ് അതൃപ്തി അറിയിച്ചു. MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, എന്തുകൊണ്ടാണ് KCBയുടെ നീക്കം തടയുന്നത്? വ്യവസായ വകുപ്പ് മന്ത്രിക്ക് തന്നെ കൃത്യമായി ഇതിൽ വിയോജിപ്പുണ്ട് എന്നുകൂടി അറിയുന്നു. മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഭിന്നതയ്ക്ക് പിന്നിൽ? വിനീത, മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ പാട്ടക്കരാർ 2024 ഡിസംബർ 31 അവസാനിച്ചതാണ്. ഇതിന് പിന്നാലെ കഴിഞ്ഞ 14 മാസത്തോളമായി അനധികൃതമായാണ് ഈ കമ്പനി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു ഉയർന്ന ആക്ഷേപം. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ പ്രതിസന്ധി കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി KCB ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. 28-ാം തീയതി ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറക്കുകയും ചെയ്തു. എന്നാൽ ആ ഉത്തരവിന് പിന്നാലെ അവിടെ എത്തിയ KCB ഉദ്യോഗസ്ഥരെ കമ്പനി അധികൃതർ തടഞ്ഞുവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കമ്പനി നിയമപരമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നടപടി നിർത്തിവെക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതുമായിട്ടുള്ള തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉത്തരവാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ മാർച്ച് മാസത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടി സ്വീകരിക്കാൻ ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു. ഈ സബ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് ഉന്നയിച്ചത് വ്യവസായ വകുപ്പാണ്. സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടി മതിയെന്നുള്ള ഒരു നിലപാട് P. രാജീവ് സ്വീകരിച്ചു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ KCBയുടെ നടപടി താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ കാർബറാണ്ട കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കാം ഈ ഒരു ഇടപെടൽ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയാണ് പ്രധാനമായും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം കാർബറാണ്ട കമ്പനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ഏതായാലും താൽക്കാലികമായി ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് നടപടികളൊക്കെയും എന്നാണ് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിയമ നടപടികളുമായി കാർബറാണ്ടം കമ്പനി മുന്നോട്ട് പോവുകയും ചെയ്യും.